കറക്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി മറ്റേ വ്യക്തിയെ ഭയന്ന് ഒരു കാര്യത്തിലും ഇനിഷ്യേറ്റീവ് എടുക്കാതെയാകും. പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാതെയാകും. ഇത് ആ വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്തും സ്വാതന്ത്ര്യവും ഇല്ലാതാക്കും. കൗൺസിലിങ്ങിന് വന്ന അയാൾ പറഞ്ഞു, അവൾ എപ്പോഴും എന്നെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, എന്നെ അവളുടെ രീതിക്ക് മാറ്റാൻ ശ്രമിക്കും. കുറേ കേട്ട് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അവരുടെ പ്രശ്നം ഒരാൾ എപ്പോഴും മറ്റേയാളെ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നതായിരുന്നു. ഒരു വ്യക്തി ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് ശീലിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാനാവില്ല. ഒരു റിലേഷൻഷിപ്പിൽ അത് ഏതുമാകട്ടെ, പാർട്ട്ണറോ ഫ്രണ്ട്സോ ഹസ്ബൻഡോ വൈഫോ ആരുമായിക്കൊള്ളട്ടെ, ഒരു വ്യക്തി സ്ഥിരമായി മറ്റേയാളെ കറക്റ്റ് ചെയ്യുന്ന സ്വഭാവം പല നെഗറ്റീവ് ഫലങ്ങളും ഉണ്ടാക്കും. ഒന്നാമതായി ഇറോഷൻ ഓഫ് സെൽഫ് എസ്റ്റീം. കറക്റ്റ് ചെയ്യപ്പെടുന്നയാളുടെ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും കുറഞ്ഞു പോകും. താൻ അയാൾക്ക് ചേരാത്ത വ്യക്തിയാണെന്ന തോന്നലുണ്ടാകും. ഇത് ആ വ്യക്തിയിൽ നീരസവും നിരാശയും ഉണ്ടാക്കും. തനിക്കൊരു സഹായമായി മാറേണ്ട വ്യക്തി എപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായി ഫീൽ ചെയ്യും. ഫ്രീക്വൻ്റായി ഇങ്ങനെയുള്ള കറക്ഷൻസ് കേട്ട് മറ്റേ വ്യക്തിയുടെ ഭാഗത്തു നിന്നും തുറന്ന സത്യസന്ധമായ കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നാകും. എപ്പോഴും കറക്ഷന് വിധേയമാകുന്ന പാർട്ട്ണർ ജഡ്ജ്മെൻറ്റും ക്രിറ്റിസിസവും കേൾക്കേണ്ടി വരുമോ എന്ന് ഭയന്ന് സ്വന്തം തോട്ട്സും ഫീലിങ്സും പാർട്ട്ണറോട് എക്സ്പ്രസ് ചെയ്യാതെ വരും. ഇത് റിലേഷൻഷിപ്പിൽ ഒരു പവർ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു വ്യക്തി എപ്പോഴും സുപ്പീരിയറും മറ്റേ വ്യക്തി ഇൻഫീരിയറുമാകുന്നു. ഇത് മ്യൂച്വൽ റെസ്പെക്റ്റും ഈക്വാലിറ്റിയും ഇല്ലാതാക്കും. കാലക്രമേണ അവരുടെ ഇടയിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. കറക്റ്റ് ചെയ്യപ്പെടുന്ന പാർട്ട്ണർ സ്വയം പിൻവലിയുന്ന ഒരു രീതി ഉണ്ടാകും. ഇൻറ്റിമസിയും അവർ തമ്മിലുള്ള കണക്ഷനും കുറയും. തുടർച്ചയായുള്ള കറക്ഷൻസ് വാഗ്വാദങ്ങൾക്കും വഴക്കിനും കാരണമാകും. ഇവിടെയും കറക്റ്റ് ചെയ്യുന്ന വ്യക്തി തന്നെ ആയിരിക്കും ജയിക്കുന്നത്. മറ്റേയാൾ വീണ്ടും ഇമോഷണൽ ബ്രേക്ക് ഡൗണിലേക്ക് പോകും. കറക്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി മറ്റേ വ്യക്തിയെ ഭയന്ന് ഒരു കാര്യത്തിലും ഇനിഷ്യേറ്റീവ് എടുക്കാതെയാകും. പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാതെയാകും. ഇത് ആ വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്തും സ്വാതന്ത്ര്യവും ഇല്ലാതാക്കും. മറ്റേ വ്യക്തി തന്നെ സ്വീകരിക്കുന്നില്ല, തൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നില്ല, താൻ ആയിരിക്കുന്നത് പോലെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നൊക്കെ തോന്നിയാൽ ആ വ്യക്തിയിലുള്ള വിശ്വാസം കൂടി ക്രമേണ ഇല്ലാതാകും. നല്ല റിലേഷൻഷിപ്പിന് എപ്പോഴും അപ്രീസിയേഷനും സപ്പോർട്ടും ആവശ്യമാണ്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുക. ഇരുവർക്കും വിലമതിക്കപ്പെടുന്നുവെന്നും ബഹുമാനിക്കപ്പെടുന്നുവെന്നും പരസ്പരം തോന്നണം. എപ്പോഴും ശാന്തമായി തുറന്ന് സംസാരിക്കുകയും വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കുകയും വിട്ടുകളയേണ്ടത് വിട്ടുകളയുകയും ചെയ്യുക.